ഇന്ന് ഡേ 3 ആണ്. ഇന്ന് എനിക്ക് അവിടെ തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ ക്യാമ്പിലുള്ള എന്റെ ഫ്രണ്ട്സ് എല്ലാവരും തിരിച്ചു പോകും. പക്ഷെ അങ്ങോട്ടേക്കുള്ള ബസ് കറക്റ്റ് ടൈമിന് വന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോ ഇവിടെയാണെങ്കിൽ ആരെയും കാണുന്നില്ല. ഇവരൊക്കെ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ തിരിച്ചു പോയോന്ന് അറിയാൻ വേണ്ടി ഫോൺ വിളിക്കാൻ പോലും ഇവിടെ റേഞ്ച്. ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് കോളേജിലേക്ക് തിരിച്ചു പോകാന്ന് ഞാൻ കരുതി. അങ്ങനെ ഇത്ര നേരം ട്രാവൽ ചെയ്തതും എല്ലാം വെറുതെ ആയി. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് മോനെ എന്നൊരു വിളി. നോക്കിയപ്പോ ഏതൊരു ചേച്ചി. ആ ചേച്ചി പറഞ്ഞതേ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടോ. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാൻ ചേച്ചി പറഞ്ഞ വഴിയിലൂടെ അല്ല പോയത്. ഞാനവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയാണ് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ആ ചേച്ചിക്ക് വഴി തെറ്റിയാണ്. ഇന്നലെ ഇവിടെ ഹെൽത്ത് ക്യാമ്പ് ആയിരുന്നു, അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ആകെയുള്ള പ്രശ്നം. അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് കാലിൽ എന്തൊരു സംഭവം. ഇതെന്റെ കാലല്ല, വേറെ ആരുടെ കാലാണ്. ഇന്നലെ ഇവര് കുറെ സ്ഥലത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തു, കുറെ സ്ഥലങ്ങളിലൊക്കെ പോവുകയും ചെയ്തു. ഞാനതൊക്കെ മിസ് ചെയ്തു. ഇതെന്താണ് യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ. പറഞ്ഞില്ലാത്തേണ്ടി. അങ്ങനെ തിരിച്ചു പോകാൻ നേരത്താണ് ഞാൻ വന്ന വഴിയല്ല ഇവര് തിരിച്ചു പോകുന്നത്. അപ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലായത്. ആ ചേച്ചി പറഞ്ഞത് ഷോർട്ട് കട്ട് ആയിരുന്നു. ഞാൻ വെറുതെ കുറെ ദൂരം നടന്നു വന്നു. ഇതാണ് പറയുന്നത് മുതിർന്ന ആൾക്കാർ പറയുന്നത് കേൾക്കണമെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. ഇനിയിപ്പോ ക്യാമ്പ് കഴിയുവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. പോണ വഴിക്കാണെങ്കിൽ കാട്ടാനേനും കണ്ടു. ഇനിയിപ്പോ കണ്ടില്ല എന്ന് വേണ്ടല്ലോ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് മഹാഗണി തോട്ടത്തിലേക്കായിരുന്നു. ഇവിടെ ഫുള്ള് മരമല്ലേ, കാണാൻ എന്തോളെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഇവിടുത്തെ ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പുറത്താണെങ്കിൽ ഭയങ്കര മഴ. ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റിൽ കയറിയപ്പോൾ ഇവിടെയാണെങ്കിലും ഭയങ്കര തണുപ്പ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു പോവാണ്. അങ്ങനെ ഇവിടെ 3 ദിവസത്തെ ക്യാമ്പ് ഇവിടെ അവസാനിക്കുകയാണ്.